തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, കുട്ടി മേയർ എന്നൊക്കെ നമുക്ക് പറയാം. ഏറ്റവും ചെറുപ്പക്കാരിയായ മേയർ. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ഒരു പെൺകുട്ടി ഇത്ര ഉന്നതമായ തലസ്ഥാന നഗരത്തിന്റെ മേയറാവുക എന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ അവരെടുത്ത നടപടികളെല്ലാം അപകടകരമായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കും അവർക്കും നഗരത്തിനും ദോഷകരമായിരുന്നു എന്ന് കാണേണ്ടി വന്നു. ഏറ്റവും ഒടുവിലാണ് അവരും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും ചേർന്ന് യദു എന്ന് പറയുന്ന ഡ്രൈവർ തെറ്റ് ചെയ്തുവോ ചെയ്തില്ലയോ എന്നത് നമുക്ക് ചർച്ച ചെയ്യാം. നിയമപരമായി കേസുണ്ട്, അന്വേഷിക്കട്ടെ. പക്ഷെ അത് ഇടപെട്ട രീതിയുണ്ടല്ലോ, ആ രീതി ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. മേയർ തന്നെ അല്ലെങ്കിൽ MLA, അതിന്റെ ഭർത്താവ് MLA തന്നെ പലവട്ടം അസത്യം പറഞ്ഞു എന്നത് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. വണ്ടി ഞങ്ങൾ തടഞ്ഞിട്ടില്ല. എന്താ തടഞ്ഞിട്ടില്ല എന്ന് പറയാം, എല്ലാവരും കണ്ടതാണ്. നമ്മുടെ സീബ്ര ലൈനിൽ മേയർ സഞ്ചരിച്ചിരുന്ന കാറ് കൊണ്ടിട്ട് KSRTC ബസ് തടഞ്ഞിരിക്കുന്നു. ആ ഡ്രൈവറോട് വളരെ മോശമായി സംസാരിക്കും. അത് മാത്രമല്ല, കണ്ടക്ടറോട് താൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പിന്നെ കേട്ടത് ആ കണ്ടക്ടർ ആദ്യം വിളിച്ചത് സമ്പത്ത് MP ആണ്. ഇങ്ങനൊരു വണ്ടി ആരെങ്കിലും തടഞ്ഞാൽ ആരും ആവട്ടെ, കണ്ടക്ടറല്ലേ പോലീസിനെ വിളിക്കേണ്ടത്. കണ്ടക്ടർ എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചില്ല? സമ്പത്ത് എന്ന് പറയുന്ന പഴയ MPയെ വിളിക്കുന്നു. അവിടെ തന്നെ ഇതിൽ കുറെ സംശയങ്ങൾ വരും. പ്രധാനപ്പെട്ട വിഷയം, ഇതിൽ നമ്മുടെ ഒരു മെമ്മറി കാർഡ് എന്നൊരു കഥാപാത്രം, അദ്ദേഹത്തിനെ ഇപ്പൊ കാണാനില്ല. മെമ്മറി കാർഡ് കാണാനില്ല. മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് സച്ചിൻ ദേവ് അല്ലെങ്കിൽ മേയർ ഇവരോട് സംസാരിച്ചത് എന്ന് മനസ്സിലാവുകയുള്ളൂ. മെമ്മറി കാർഡ് ഇല്ല. അപ്പൊ സച്ചിൻ ദേവ് പറഞ്ഞത് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ കേസ് ഇപ്പൊ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. പോലീസ് എവിടെ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വന്നപ്പോൾ കൃത്യമായ വിമർശനം അവിടെ ഉയർന്നു വന്നത്. മെമ്മറി കാർഡ് കിട്ടാതിരുന്ന നന്നായി എന്നാണ് സഖാക്കൾ പറഞ്ഞത്. കാരണം മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ മേയറുടെ ഭർത്താവിന്റെ കാര്യവും കട്ടപ്പുകയാണ്. കാരണം അത്ര മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചത്, അവരിടപെട്ടത്. ഇനി ഡ്രൈവർ എന്തോ മുദ്ര കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ, മുദ്ര കാണിക്കാൻ പറ്റുമോ കാണിച്ചോ ഇല്ലയോ ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയോട്, ഒരു മേയറോടല്ല ഏത് സ്ത്രീയോടും അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ യദു ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താ? 5 മാസമായി യദുവിന് ജോലിയില്ല. പക്ഷേ മേയറുടെ കസേരയിലിരിക്കുന്നു, MLAയുടെ കസേരയിലിരിക്കുന്നു, എല്ലാ കാര്യവും ചെയ്യുന്നു. യദു മേയർക്കെതിരെയും MLAക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. ആ കേസ് എവിടെയും എത്തിയില്ല. എന്തുകൊണ്ടാണ് എത്താത്തത്? വളരെ കൃത്യമാണ്. ഈ രാജ്യത്ത് ഭരണവും പോലീസും കൈകാര്യം ചെയ്യുന്നത് മേയറുടെ MLAയുടെ പാർട്ടിയാണ് എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ മെമ്മറി കാർഡ് കിട്ടി മേയറുടെ കാര്യം അല്ലെങ്കിൽ മേയറുടെ ഭർത്താവിന്റെ കാര്യം കൃത്യമായി പറയുന്നത് വരെ മേയറും ഭർത്താവും കുറ്റക്കാർ തന്നെയാണ്. കാരണം അത് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ജോലിയാണ്. അത് ചെയ്തിട്ടില്ല. പാവം യദു എന്ന് പറയുന്ന ഒരു ഡ്രൈവറെ മാത്രം അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് അദ്ദേഹത്തിന്റെ കുടുംബം അനാഥമാക്കുന്ന തരത്തിൽ ഇത്തരം നടപടികൾ, ഇതാണ് വിമർശന വിധേയമായി. തിരുവനന്തപുരം നഗരസഭ വളരെ 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 അപകടമായ അവസ്ഥയിലാണ്. കാരണം ഈ മേയറും അവരുടെ ഭരണവും അവരുടെ മുമ്പുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ആനാവൂർ നാഗപ്പൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് ഒരു കത്ത് അയച്ചു. ആ കത്ത് കിട്ടി, ജനങ്ങൾക്ക് കിട്ടി, പബ്ലിക്കിന് കിട്ടി. അത് ഞാൻ അയച്ചതല്ല. പക്ഷെ ആരയച്ചു അങ്ങനെ ഒരു കത്ത്? മേയറുടെ ഒപ്പിട്ട് മേയറുടെ സീല് വെച്ച് മേയറുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു കത്ത് എങ്ങനെ പോയി എന്ന് ഇന്ന് വരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? എനിക്കറിയില്ല. പോലീസ് കണ്ടെത്തിയിട്ടില്ല. ആരാത് അയച്ചത്? പ്രതിപക്ഷ നേതാവാണോ? അങ്ങനെ അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിടിക്കുന്നേ. പണ്ടൊരു സ്വാമിയുടെ കാറ് കത്തിച്ച പോലെ, അല്ലെങ്കിൽ AKG സെന്ററിന് ഇതെറിഞ്ഞ പോലെ. ഇപ്പൊ എന്തായി? ആരോഗ്യപരിൽ കേസെടുത്തിട്ടുണ്ടാകുന്ന ഒരു പിടിയില്ല. എന്ന് പറഞ്ഞാൽ മേയർക്ക് എതിരെയുള്ള നിരവധി ആരോപണങ്ങൾ, മേയറുടെ കഴിവുകേടും പരിചയക്കുറവും ഒക്കെ ഉണ്ട്. പരിചയക്കുറവ് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ കഴിവുകേട് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പാർട്ടി ആണ് അതിന് ഉത്തരവാദി. ഇതിനു മുമ്പുള്ള മേയർ പ്രശാന്ത് വളരെ നന്നായി ഭരണം നടത്തിയതിന്റെ പേരിലാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചത്. അവിടെ BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. UDFും LDFും പരസ്പരം സഹകരിച്ചത് കൊണ്ടാണ് അവിടെ പ്രശാന്തിന് മേയറാവാൻ കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം നന്നായി അവിടെ പ്രവർത്തിച്ചു, അതിന്റെ ഫലം കണ്ടു, ജയിച്ചു. പക്ഷെ ഇത്തവണ അത് നേരെ തിരിച്ചാവും. തിരുവനന്തപുരത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളും എല്ലാം വെച്ച് അവലോകനം ചെയ്യുമ്പോൾ BJPക്ക് തിരുവനന്തപുരം നഗരസഭ കൊടുക്കാനുള്ള ഒരു ഏർപ്പാടാണോ ആര്യ രാജേന്ദ്രൻ എന്ന് നമുക്ക് സംശയമുണ്ടാവും. അതുകൊണ്ട് ഈ വിമർശനം, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം വളരെ ഗൗരവത്തോടെയാണ് പാർട്ടി കാണേണ്ടത്. ഇല്ലെങ്കിൽ തിരുവനന്തപുരം നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെ, എപ്പോൾ വേണമെങ്കിലും തിരുവനന്തപുരം നഗരം കാവ്യയുടെ അധീനതയിലാവാം.